ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 2 ദിവസത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. ഇന്നതാ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരമാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് സ്കൂൾ വിട്ടതിന് ശേഷം. കാരണം നാളെ മോളെ സ്കൂളിൽ നിന്നൊരു ടൂറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. എൻ്റെ വീടിൻ്റെ അടുത്താണ് കേട്ടോ സ്കൂൾ വരുന്നത്. പിന്നെ അവളെ ഫ്രണ്ട്സൊക്കെ അവിടെ നിന്നുണ്ട്. രാവിലെ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴാണ് സ്കൂളിലേക്ക് കൊണ്ടുവിട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ പോയാൽ അവിടെ നിന്ന് പെട്ടെന്ന് പോവാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് വന്നിട്ട് പിന്നെ ഞങ്ങൾ നാളെ ഉച്ചയാകുമ്പോഴേക്കിനെ ഞാനും മോനും തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. മോള് പിന്നെ അങ്ങനെ ട്രിപ്പ് പോയതായിരുന്നു കേട്ടോ. അങ്ങനെ അതാ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഏകദേശം രാത്രിയൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ കുറച്ച് സമയമൊക്കെ അങ്ങനെ പുറത്ത് നിന്നിട്ട് കാഴ്ചകളൊക്കെ കണ്ടു. കാരണം ഇവിടെ വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ ഒരു പ്രത്യേക ഭംഗിയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ അത് ആസ്വദിച്ച് നിന്നു. പിന്നെ ഇതാ ഇന്ന് രാത്രിയിലേക്കുള്ള ഫുഡാണ് കേട്ടോ. ഇത് ഉമ്മ ഉണ്ടാക്കി വെച്ചതാണ്. മോര് കാച്ചിയതാണ് കേട്ടോ. ഇവിടെ മലപ്പുറം ജില്ലയിലെ സ്പെഷ്യലാണ് കേട്ടോ ഒരു മോര് കാച്ചിയത്. ഈ ഒരു മോര് കാച്ചിയതിൽ നമ്മൾ തൈരോ മോരോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് പുളി അതുപോലെ അരിപ്പൊടി തേങ്ങയൊക്കെ അരച്ചിട്ട് തേങ്ങയും ജീരകമൊക്കെ അരച്ചിട്ട് അങ്ങനെ റെഡിയാക്കുന്നൊരു കറിയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് അതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല ബീഫാണ് കേട്ടോ. ബീഫും മോര് കാച്ചിയതുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. ഇത് ഇവിടെ മലപ്പുറം ജില്ലയിൽ ഞങ്ങളൊരു ഭാഗത്തൊക്കെ ഒരു സ്പെഷ്യലാണ് കേട്ടോ. ഇത് ഒരു മോര് കാച്ചീൻ്റെ കൂടെ അതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബീഫാണ് കേട്ടോ. അങ്ങനെ അതാ ബീഫും മോര് കാച്ചിയതും പപ്പടമൊക്കെ കൂട്ടിയിട്ട് ഇന്നത്തെ ഡിന്നർ അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഇനി കാണിക്കുന്നത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. 3 മണിയൊക്കെ ആയപ്പോൾ മോള് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഞാൻ രാവിലെ എണീറ്റ് വന്നപ്പോൾ ഉമ്മ ദോശ ചുടുന്നുണ്ട് കേട്ടോ. നല്ല അരി അരച്ചിട്ടുള്ള നല്ല ദോശ, നല്ല വിറകടുപ്പിലുള്ള ദോശ. ഇവിടെ വരുമ്പോഴാണ് കേട്ടോ വിറകടുപ്പിലുള്ള ഐറ്റംസൊക്കെ കഴിക്കുന്നത്. കാരണം ഞങ്ങൾ നിൽക്കുന്ന വീട്ടിൽ അവിടെ വാടക വീടാണെന്ന് പറഞ്ഞല്ലോ, അവിടെ അടുപ്പും അങ്ങനത്തെ സൗകര്യങ്ങളൊന്നുമില്ല. ഫുള്ള് ഗ്യാസും ഇൻഡക്ഷൻ കുക്കറൊക്കെ ആയിട്ട് അങ്ങനെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇവിടെ വരുമ്പോഴാണ് കേട്ടോ ഈ ഒരു വിറകടുപ്പിൽ റെഡിയാക്കിയിട്ടുള്ളതൊക്കെ കഴിക്കുന്നത്. ഇതിനൊരു പ്രത്യേക രുചിയാണല്ലോ അല്ലേ. ഈ വിറകടുപ്പിൽ റെഡിയാക്കിയിട്ടുള്ള എല്ലാ ഐറ്റംസിനും ഒരു പ്രത്യേക രുചിയാണല്ലോ. അതിനതാ ഉമ്മ അവിടെ ദോശയൊക്കെ അങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഉമ്മ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു ഉമ്മനോട് ഉച്ചക്കത്തെ ചോറ് കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോകുമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഉമ്മ അങ്ങനെ പറയാം, ഞങ്ങൾ എന്തിനാ പിന്നെ വന്നിട്ട് ഒന്ന് നിൽക്കാൻ വരെ ഒന്ന് സംസാരിക്കാൻ വരെ ടൈം കിട്ടിയിട്ടില്ലല്ലോ. ഇന്നലെ വന്നു, ഇന്ന് ഉച്ചയാകുമ്പോഴേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. അപ്പം ഉമ്മ അതിൻ്റെ ആ പരിഭവം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഇന്നൊരു ഓർഡർ ഉണ്ടായിരുന്നു, ഒരു എൻഗേജ്മെൻറ്റ് ഹാമ്പറിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നേരത്തെ പോകുന്നത് കേട്ടോ. മോള് രാത്രി 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു തിരിച്ചെത്തിയ സമയത്ത്. അവൾ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ദോശയൊക്കെ അവിടെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ദോശയിലേക്ക് ഇന്ന് കറിയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് കടലയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിട്ട് ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി കറിയായിരുന്നു കേട്ടോ. അവന് മോനതാ അവിടെ കാർട്ടൂണൊക്കെ കണ്ടിട്ട് അവനങ്ങനെ ചായ കുടിക്കുന്നുണ്ട്. അവന് ദോശയും പഞ്ചസാരയാണ് കേട്ടോ കഴിക്കുന്നത്. ഈ ഒരു സമയത്തൊക്കെ ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആദ്യത്തെ വീഡിയോയിലൊക്കെ, വീടൊരു ഉയർന്ന പ്രദേശത്താണ്, ഒരു മലയുടെ അങ്ങനത്തെ ഒരു പ്രദേശത്താണ് വീടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് ഈ ഒരു സമയത്തൊക്കെ ഉണ്ടാവുക. ചെറിയൊരു കാറ്റൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാറ്റൊക്കെ ആയിട്ട് നല്ല തണുപ്പാണ്. ഊട്ടിയിലൊക്കെ ചെന്നിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് കേട്ടോ. നല്ല തണുപ്പാണ്. എനിക്കിവിടെ വരുമ്പോൾ പൊതുവേ ഇനിയിപ്പോൾ ഒരു കോടയൊന്നും ഇല്ലാത്ത സമയത്ത് വരെ എനിക്ക് ഭയങ്കര തണുപ്പാണ് ഇവിടെ. അപ്പോൾ ഒരു കോടയും കാറ്റും കൂടെ ഉണ്ടായപ്പോൾ പുറത്തേക്ക് ഇറങ്ങാനേ പറ്റുന്നില്ല, അത്രയും തണുപ്പാണ് കേട്ടോ. അങ്ങനെതാ പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. ഞാൻ പിന്നെ തലേദിവസത്തെ ബീഫ് ഉണ്ടായിരുന്നു, അതും ദോശയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ അതിൻ്റെ ശേഷം ഇതാ ഉമ്മ അനിയനുള്ള ലഞ്ച് റെഡിയാക്കുകയാണ് കേട്ടോ. അവന് കൊണ്ടുപോകാനുള്ള ലഞ്ച് റെഡിയാക്കുകയാണ്. ഉമ്മ അതാ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് വെച്ച് കൊടുക്കുന്നത് കടല റോസ്റ്റ് ചെയ്തതാണ്. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അവനെ
മൊബൈൽ ടെക്നീഷ്യനാണ്. അപ്പോൾ അവനങ്ങനെ ചോറ് കൊണ്ടാണ് എല്ലാ ദിവസവും അങ്ങനെ ചോറ് കൊണ്ടുപോകാറുണ്ട്. പിന്നെ അതാ വെച്ച് കൊടുക്കുന്നത് വെണ്ടക്ക ഫ്രൈ ആണ് കേട്ടോ. വെണ്ടക്ക ഫ്രൈയും അതുപോലെ തന്നെ ആ ഒരു കടല റോസ്റ്റും കൂടെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് അമ്മ വെച്ച് കൊടുക്കുന്നത് ഓംലേറ്റ് ആണ് കേട്ടോ. ഉള്ളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ പൊരിച്ചെടുത്തിട്ടുള്ള ഓംലേറ്റ് ആണ്. അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവൻ്റെ ലഞ്ച് ബോക്സ് അങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട്. അതവിടെ അമ്മ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊന്ന് പുറത്തേക്ക് വന്ന സമയത്ത് മോന് കളിക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങുകയാണ്. അവൻ്റെ ഫ്രണ്ട് ഉണ്ട്, അപ്പുറത്തെ വീട്ടിൽ അവൻ്റെ ഫ്രണ്ട് ഉണ്ട് കേട്ടോ. പക്ഷേ അവന് ഇന്ന് സ്കൂളുണ്ട്. ഇന്ന് സാറ്റർഡേ ആണ്. സാറ്റർഡേ ഇവർക്ക് ലീവാണ്. പക്ഷെ അവന് ഇന്ന് സ്കൂളുണ്ട്. അപ്പോൾ അവന് സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ വരുമ്പോഴാണ് കേട്ടോ അവനൊരു ഒന്ന് കളിക്കാനൊക്കെ ആളെ കിട്ടുന്നത്. കാരണം ഞങ്ങൾ ആ നിൽക്കുന്ന സ്ഥലം ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ, അവിടെ അങ്ങനെ അടുത്തൊന്നും അധികം വീടുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവിടെ ആരും അങ്ങനെ കളിക്കാനൊന്നുമില്ല. പക്ഷെ ഇവിടെ വരുമ്പോഴാണ് അവനൊന്ന് കളിക്കുന്നത്. പക്ഷെ ഇന്ന് അവന് ക്ലാസ് ഉള്ളതുകൊണ്ട് ആ ഒരു ഇതിൽ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ അത് ഉപ്പ വന്നപ്പോൾ മഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങോട്ട് നോക്കിയിട്ടാണ് അങ്ങനെ നിൽക്കുന്നത് കേട്ടോ. അവനിപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങൾ ഉച്ചാപ്പേക്ക് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അതിൻ്റെ ശേഷം ഞാൻ ചക്ക വേണമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ചക്ക ഉണ്ട്, പക്ഷെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം ഏറ്റവും ടോപ്പിലാണുള്ളത്. അത് മാത്രമല്ല, നമ്മളത് എങ്ങനെയെങ്കിലും ചക്ക അതിൽ നിന്ന് എടുത്താലും അത് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം താഴെ ഭാഗം ഇങ്ങനെ കുത്തനെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ചക്ക ഇട്ടാൽ നേരെ ഉരുണ്ട് പോയിട്ട് റോഡിലെത്തും. പിന്നെ നമുക്കത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അതിൽ നിന്ന് ചക്ക എടുക്കാൻ. ഏറ്റവും ടോപ്പിലാണ് ചക്ക ഉള്ളത്. എങ്ങനെയൊക്കെയോ ഉപ്പ തോട്ടിയൊക്കെ വെച്ചിട്ട് അങ്ങനെ 2 ചക്ക അങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് ഇങ്ങനെ പീസാക്കിയിട്ട് പിന്നെ അതിൽ നിന്ന് ഒരു പീസ് ഞാനും എടുത്തു. ഇതായി കണ്ണ് കണ്ടോ, ഇങ്ങോട്ടാണ് ചക്ക വീഴുക. എന്തോ ഭാഗ്യത്തിന് ഈ ഒരു 2 ചക്കയും അധികം ഉരുണ്ട് പോവാതെ അവിടെ തന്നെ നിന്ന്, അതുകൊണ്ട് അത് എടുക്കാൻ പറ്റിയിട്ടോ. ഇതിലുള്ള ചക്കയൊക്കെ അങ്ങനെ കിളികളൊക്കെ കൊത്തി അങ്ങനെ പോവാറാണ്. ഞങ്ങൾക്ക് അധികം അങ്ങനെ കിട്ടാറില്ല. എന്തോ 2 ചക്ക അധികം ഉരുണ്ട് പോവാത്തതുകൊണ്ട് അതങ്ങനെ കിട്ടിയിട്ടോ. അപ്പം അത് അങ്ങനെ ഉപ്പ മുറിക്കുന്നുണ്ട്. അതിൽ ഒരു പീസ് ഞാനും കൊണ്ടുവന്നു, ഒരു പീസ് അവിടെ വീട്ടിലും വെച്ചു, പിന്നെ ഒരു പീസ് അവിടെ അടുത്തുള്ള വീട്ടിലും, പിന്നെ ഒരു പീസ് അങ്ങനെ തറവാട്ടിലേക്കും കൊടുത്തു കേട്ടോ. അങ്ങനെ ചക്ക മുറിക്കുമ്പോൾ അതിൽ നിന്നൊരു ചുളെടുത്തിട്ട് കഴിക്കുക, അതൊരു പ്രത്യേക ഫീലാണ് അല്ലേ. അത് നീ പഴുത്തതായാലും പച്ചയായാലും ഒക്കെ. അങ്ങനെ ചക്കയൊക്കെ അവിടെ മുറിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒരു പീസ് ഞാനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിലേക്ക് വന്ന സമയത്ത് ഞാനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ചക്കയൊക്കെ അവിടെ ഉമ്മ കവറിലൊക്കെ ആക്കി അങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം പിന്നെ ഞാനും മോനൊക്കെ ഒന്ന് കുളിച്ചു. പിന്നെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ. മോനെ അങ്ങനെ മോരും തലേ ദിവസത്തെ മോരുണ്ടായിരുന്നു, അതും പപ്പടും പിന്നെ ഒരു ലെഗ് പീസ് ഉണ്ടായിരുന്നു, അത് വറുത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ ആ ഒരു സെയിം മോരും ചിക്കനും പിന്നെ 2 ഉണക്കൽ മീനും പിന്നെ ഒരു പപ്പടവും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മോര് ഉണ്ടാകുന്നുണ്ടെങ്കിൽ 2 ദിവസത്തേക്ക് അത് കഴിക്കാം, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിറ്റേ ദിവസമൊക്കെ കഴിക്കാം, ഒരു പ്രത്യേക ടേസ്റ്റാണ്. അന്ന് നമ്മൾ കഴിക്കുന്നതിലേറെ ടേസ്റ്റ് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളിത് അതിൻ്റെ ശേഷം ലഞ്ചൊക്കെ കഴിച്ചിട്ട് പിന്നെ ഓട്ടോ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ഞങ്ങളെ വീട്ടിലേക്ക് അങ്ങോട്ട് വാടക വീട്ടിലേക്ക് പോവുകയാണ്. ലഞ്ച് കഴിച്ചിട്ടാണ് പോകുന്നത്. ഇനി അവിടെ എത്തിയിട്ട് വേണം പർച്ചേസിങ്ങിനൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓട്ടോ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയി വന്നു എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ വരവും പോക്കൊക്കെ. കാരണം ഇന്നലെ വൈകുന്നേരമാണ് എത്തിയത്, ഏകദേശം 6 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു വന്ന സമയത്ത്. ഇന്ന് 1 മണി, ഒരു 1:30-2 മണി ആവുമ്പോഴേക്ക് ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളങ്ങനെ ആ ഒരു റോഡൊക്കെ അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ വീട്ടിലേക്കുള്ള റോഡാണ് കേട്ടോ അത്. അങ്ങനെ അതൊക്കെ അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ വീട്ടിലേക്ക് പോന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനും മോനുമാണ് പോകുന്നത്. മോള് ടൂറ് പോയതാണ്. അവളിനി ടൂറ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെയാണ് വരിക. രാത്രി 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അവരെത്തിയ സമയത്ത്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ പോകുന്ന വഴിയിൽ പോയി നിന്നാൽ അവിടെ നിന്ന് ഇറക്കിയിട്ട് അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ എൻ്റെ വീട്ടിൽ തന്നെയാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്, വാടക വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വന്ന സമയത്ത് തന്നെ മോന് ഞാൻ ഉറങ്ങുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങളങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒരു 3 മണിയൊക്കെ ആയപ്പോൾ പിന്നെ അങ്ങനെ ഞങ്ങൾ കൊണ്ടോട്ടിയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഒരു ഹാമ്പറിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് അങ്ങനെ പോവാണ് കേട്ടോ.
ഹസ്ബൻഡ് കൊണ്ടോട്ടിയിലാണുള്ളത്. അപ്പോൾ എന്നോടും മോനോടും കൊണ്ടോട്ടിയിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളത് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ്സിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ കൊണ്ടോട്ടിയിലെത്തി. അതിന് ശേഷം ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കയറിയതാണ് കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. പിന്നെ അങ്ങനെ പിന്നെ പർച്ചേസിങ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് വന്ന് നേരെ ഇങ്ങോട്ട് വന്ന് പിന്നെ ഇന്ന് രാത്രിയേക്ക് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. പിന്നെ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു ഹസ്ബൻഡ്. പിന്നെ ഞങ്ങളത് അങ്ങനെ ഷവർമ്മയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഷവർമ്മയും ലൈമൊക്കെ കുടിച്ചു. പിന്നെ അതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ ഹാമ്പറിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. നാളെ രാവിലെയാണ് ഹാമ്പർ കൊടുക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി തന്നെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതിന് വേണ്ടിയിട്ട് നിന്നു കേട്ടോ. കുറച്ച് ചോക്ലേറ്റുകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നിന്നു. ഒരു ഹാമ്പറേ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ, അധികമൊന്നും ഇല്ലായിരുന്നു. ഈ ഒരൊറ്റ ഹാമ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. താഴെ ഭാഗത്ത് നമ്മൾ നോർമൽ മിഠായി വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. പിന്നെ അതിൻ്റെ മുകളിൽ സ്നിക്കേഴ്സും കിറ്റ്കാറ്റുമാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം അതിൻ്റെ മുകളിലായിട്ട് ആ ഒരു ഷീറ്റും കൂടെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പിങ്കും വൈറ്റും തന്നെ ആയിരുന്നു അവർക്ക് വേണ്ടത്. നെറ്റ് അത് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് ഫ്ലവറും കൂടെ ഒന്ന് വെച്ച് കൊടുത്തു. ഫ്ലവർ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു വൈറ്റും ഓഫ് വൈറ്റും പിന്നെ റെഡും ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് സെറ്റ് ചെയ്തിട്ട് പിന്നെ ഞാനത് ആ ഒരു ടേബിളിൽ തന്നെ വെച്ചിട്ട് അങ്ങനെ ഫാന് ഇട്ടിട്ട് അതിൻ്റെ താഴെയായിരുന്നു കേട്ടോ ഒരു ഹാമ്പർ വെച്ചിട്ടുണ്ടായിരുന്നത്. അവർ ഇതെടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാനിതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കിടന്നപ്പോഴേക്ക് ഏകദേശം ഒരു 11:30-12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കിടന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. ആ ഒരു ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് എത്തുള്ളൂ കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. വീഡിയോയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, ഇനി എന്തൊക്കെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ടത്, നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടം എന്നുള്ളതും കൂടെ ഒന്ന് പറയണേ. റെസിപ്പി വീഡിയോസാണോ ഡേ ഇൻ മൈ ലൈഫാണോ ഒക്കെ ഒന്ന് പറയണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.